അന്ന് നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ? അന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കേൾക്കാതെ ആ ഒരു കമന്റുകൾ ആ ടൈമിൽ ആളുകളുടെ അടുത്തുനിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തല്ലേ, അനുഭവിച്ചു എന്ന്. ഇപ്പൊ പാസ്റ്റ് നോക്കി കഴിയുമ്പോൾ ബോറായിട്ട് തോന്നും, പക്ഷെ ഈ പ്രസന്റിൽ എന്നെ നോക്ക്, ഇപ്പൊ എല്ലാം സെറ്റായില്ലേ? ഇനി നിനക്കൊരു കൂട്ട് വേണ്ടേ? ഈ ചോദ്യം ചോദിക്കാത്തവരുണ്ടാവില്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് എനിക്ക് ഇനി ഒരു കൂട്ട് വേണ്ട എന്നാണ്. ഇനി ഒരു 50 വയസ്സായതിനു ശേഷം ചിലപ്പോൾ മിണ്ടിയും പറയാനും ഇരിക്കാനൊക്കെ ഒരു ചിലപ്പോൾ അന്നേരം ആഗ്രഹിക്കുവാണെങ്കിൽ അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യും. 50 വയസ്സ് കഴിഞ്ഞു ഇപ്പൊ നിലവിൽ എനിക്കൊരു കൂട്ടും വേണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ലുലു മാളിലെ AC മേടിക്കാൻ പോയിട്ട് വില കൂട്ടിയ. ഇങ്ങനെ ലുലു മാളിന് പണി കൊടുത്തേക്കുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. ലുലുവിൽ ACയിലേക്ക് വില കൂടിയതിന് എന്ന് ലുലുവിൽ പോയി എസ്കലേറ്ററിൽ കയറ്റിയിട്ട് കറണ്ട് ബില്ല് കൂട്ടി കൊടുക്കുക, അവിടുത്തെ AC ഫ്രീ ആയിട്ട് കൊള്ളുക, ഇങ്ങനെയുള്ള ഐഡിയാസ് നമുക്ക് പറഞ്ഞു തന്നേക്കുന്ന ഒരാളാണ്. ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ചിരിക്കുന്നു. ചിലർ പറയും ഞാനങ്ങ് മരിക്കാനിരിക്കുവായിരുന്നു, അപ്പോഴാ വീഡിയോ കണ്ട ഞാൻ ചിരിച്ചു, അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട്. ഇതേ കുട്ടികൾക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സ് സാധനങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഒരു ആളുടെ കയ്യിൽ നിന്ന്, അതായത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇങ്ങനെ എന്തോ കാര്യത്തിന് സേവ് ചെയ്യാൻ വേണ്ടി തന്നായിരുന്നു ആ ടൈമിൽ. അതിനകത്തുനിന്ന് ഒരു 500 രൂപ എടുത്ത് അതിനകത്തിട്ടിരിക്കുന്ന നീല കളർ ഉടുപ്പ് ഒരു പാൻറ്റും കൂടി 500 രൂപയ്ക്ക് ഞാൻ അന്ന് മേടിച്ചു. 1.5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാനത് മേടിച്ചതിന് എനിക്ക് നല്ലപോലെ അടി കിട്ടിയിട്ടുണ്ട്, സത്യം. പഴയ കോണ്ടാക്റ്റുകൾ ഇപ്പോൾ ഡിവോഴ്സ് ആയതിനു ശേഷം ആ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തു, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, കുട്ടികളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നു, ജോലിയായി, ഇപ്പം എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും പഴയ ഇതിലേക്ക് ഓർമ്മകൾ പോകാറുണ്ടോ? എനിക്ക് അത് ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്നോ അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഡിവോഴ്സ് എന്ന തീരുമാനം എനിക്ക് കുറച്ച് ആൾ കൂടി നിന്ന് മാറ്റിയെടുക്കായിരുന്നു, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തേ ഇത് ഞാൻ നേരത്തെ തോന്നിയില്ല എന്ന് തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ തോന്നുന്നു. ഓക്കെ, ആ ഒരു തീരുമാനം ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ ഇവിടെ വന്നു ഇപ്പൊ പാരന്റ്സ് ഒക്കെ എന്താ പറയുന്നത്? പേരൻസ് ഇപ്പം ഞാൻ ഇന്നും കൂടി അമ്മയെടുത്ത് ചോദിച്ചു, അമ്മ എന്നെപ്പറ്റി ഓർക്ക്, അതായത് ഞാൻ ഒരു നമ്മൾ ഈ കമൻസ് ഇല്ലേ മറ്റേ ഇൻ്റർവ്യൂവിൻ്റെ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയെ അച്ഛനെ അനുസരിക്കാതെ ഇറങ്ങിപ്പോയോള്, അങ്ങനെ എന്തോ കുറച്ച് വായിച്ചോളൂ. ഞാൻ നെഗറ്റീവ്സ് അധികം നോക്കാറില്ല, എന്ന് വലിയൊരു പാരഗ്രാഫ് ഉണ്ട്. അപ്പം ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മ ഞാൻ അന്നങ്ങനെ ചെയ്തു, ഇപ്പം അമ്മയ്ക്ക് എന്നെപ്പറ്റി ഓർക്കുമ്പോൾ പ്രൗഡല്ലേ? ആണെന്താ, എന്തോ പറ്റി? അമ്മ ഇങ്ങനെ വരുന്നു കമൻറ്റ്, എന്നിങ്ങനെ അമ്മയടുത്ത് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. ഇപ്പോൾ അവർക്ക് ഞാൻ ഭയങ്കര പ്രൗഡ് തന്നെയാണ്. ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? അന്ന് നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ? അന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കേൾക്കാതെ ആ ഒരു കമന്റുകൾ ആ ടൈമിൽ ആളുകളുടെ അടുത്തുനിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തല്ലേ, അനുഭവിച്ചു എന്ന്. ഇപ്പൊ പാസ്റ്റ് നോക്കി കഴിയുമ്പോൾ ബോറായിട്ട് തോന്നും, പക്ഷെ ഈ പ്രസന്റിൽ എന്നെ നോക്ക്. അതാണ് ഇപ്പൊ നോക്കൂ. അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ മാറ്റി വെച്ച് ഒരിക്കലും താഴോട്ടല്ല പോയെ, മുകളിലോട്ടാണ് ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് തന്നെ പോയത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും തട്ടിത്തെറിപ്പിച്ച് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് വരാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കാം. കുട്ടികൾ വളർന്നു വലുതായി വരികയാണ്. ഇപ്പൊ അവർക്കറിയാം അമ്മ അനുഭവിച്ച, അമ്മയുടെ കൂടെ തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ് അല്ലേ? കുട്ടികളും ഈ അനുഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടാണ്. അവരതിനെ കുറിച്ച് വല്ലതും സംസാരിക്കാറുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ, അതായത് ഈ കുട്ടികൾക്ക് ചിലവിനൊന്നും തരില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വെള്ളക്കടലാസിൽ ഒപ്പിട്ട് മേടിച്ചിട്ടാണ് ഡിവോഴ്സ് എനിക്ക് തരുന്നത്. കുട്ടികളുമായിട്ട് ഒരു ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു പുള്ളി. കേസ് കൊടുത്തിട്ട് കുട്ടികളെ എടുത്തോ, അതിൻ്റെ പുറകിൽ ഭയങ്കര ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. സ്വന്തം മക്കളെ അങ്ങനെ അത്രയും രീതിക്ക് ഉപേക്ഷിച്ച ഒരു അച്ഛനാണത്. അപ്പൊ അതവർക്ക് അറിയാം, നല്ല രീതിയിൽ നന്നായിട്ട് അറിയാം അച്ഛൻ എന്തുവാണെന്നുള്ളത് നല്ല രീതിയിൽ അറിയാം. അപ്പം എൻ്റെ അടുത്ത് അധികം നെഗറ്റീവായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നും വരത്തില്ല. ആ ഒരാളുടെ അടുത്ത് എൻ്റെ അച്ഛന് മിസ്സായി എന്നുള്ളൊരു ഫീല് ആ ഒരു രീതിയിൽ ഇന്ന് വരെ അവർ സംസാരിച്ചിട്ടൊന്നുമില്ല. ചെയ്ത തീരുമാനം നന്നായി എന്ന് മാത്രമേ. ഇപ്പൊ അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ എഴുതി കൊടുത്തു എന്നാണ്. എന്തിനങ്ങനെ എഴുതി കൊടുത്തു? ഒരു 5 പൈസ വേണ്ട എന്നുള്ളത് എഴുതി കൊടുത്തു. എന്തിനാണ്? ഞങ്ങൾക്ക് വേണ്ടേ പൈസ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു രീതി. ഞാൻ പറയാം, എന്തിനാ തരുന്നില്ല എന്ന് പറയുന്ന ആളുടെ എന്തിനാടാ പിടിച്ചു മേടിക്കുന്നത്? ശ്രദ്ധേവ് ജുവല് ആൺകുട്ടികളാ. ശ്രദ്ധയും ജുവൽ. ഓക്കെ, അവരെന്തായാലും ഇടവും വലവും നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ ധൈര്യം. കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ട്. എന്താണ്? കുട്ടികളല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ പ്രായത്തിൽ എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ചാൽ മതി. പക്ഷെ നന്നായി ഒന്ന് പഠിച്ചു വന്നു കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറയാം, എടാ എന്തെങ്കിലും കലാപരമായ ഒരു കഴിവ് വേണം, അല്ലെങ്കിൽ നീയൊക്കെ ഒന്ന് പഠിക്കണം നല്ലപോലെ. ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ എപ്പോഴും തമാശ രീതിയിൽ ചോദിക്കാറുണ്ട്. ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യില്ല.
പിന്നെ അവർ തീരുമാനിക്കട്ടെന്ന് വിചാരിക്കും. ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മളും ചെറുപ്പത്തിൽ ഈ ഒരു പ്രായത്തിൽ ഇതന്നെയല്ലേ നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അവര് പറഞ്ഞ പണ്ട് അമ്മ ഇങ്ങനെയൊക്കെ തന്നെ പറയാറുണ്ട്. കഴിയട്ടെ, ഞങ്ങളും കാണിച്ചു തരാം. ഞാൻ പറയും 18 വയസ്സ് വരെ ഞാൻ തരുത്തോളൂ കേട്ടോ, പഠിച്ചില്ലെങ്കിൽ ഞാൻ 5ന്റെ പൈസ 18 വയസ്സിന് ശേഷം തരുത്തേയില്ല, പഠിക്കുവാണെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാൻ പറയും. 18 വയസ്സല്ലേ, നിങ്ങൾ ഇനി എത്ര കാലം പഠിക്കുന്നുണ്ടോ, നന്നായി പഠിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ പൈസ തരും, എനിക്കുള്ള എല്ലാം തരും, അത് യൂട്ടിലൈസ് ചെയ്തോളാനൊക്കെ ഞാൻ പറയാറുണ്ട്. ശരി. ഈ നമുക്ക് ഇപ്പോൾ ഡ്രസ്സ്, ഇതേ കുട്ടികൾക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സ് സാധനങ്ങളെല്ലാം ഇപ്പം നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ശരിക്ക് ഒരു കുട്ടികൾക്ക് നല്ലൊരു ഉടുപ്പ് ഇടിപ്പിക്കാൻ പോലും ആ ഒരു ഓണം, ഒരു വിഷു, അങ്ങനെ പെരുന്നാളുകൾ ഇതൊക്കെ വരുമ്പോൾ കുട്ടികൾ ചോദിച്ചിട്ടില്ലേ ഞങ്ങൾക്കും ഇതുപോലത്തെ ഡ്രസ്സ് എന്തെങ്കിലും മേടിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ? ഞാൻ ആ ഒരു ആളുടെ കയ്യിൽ നിന്ന്, അതായത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇങ്ങനെ എന്തോ കാര്യത്തിന് സേവ് ചെയ്യാൻ വേണ്ടി തന്നായിരുന്നു ആ ടൈമിൽ. അതിനകത്തുനിന്ന് ഒരു 500 രൂപ എടുത്ത് എൻ്റെ മോൻ്റെ ഇതിനകത്തുണ്ട് ആ ഫ്രെയിം, അതിനകത്തിരിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടേ, അതിനകത്തിട്ടിരിക്കുന്ന നീല കളർ ഉടുപ്പ് ഒരു പാൻറ്റും കൂടി 500 രൂപയ്ക്ക് ഞാൻ അന്ന് മേടിച്ചു. അന്ന് ഞാൻ SM കോളേജിൽ പഠിക്കും. അപ്പോൾ അവനെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സ് ഇടാൻ 1.5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാനത് മേടിച്ചതിന് എനിക്ക് നല്ല പോലെ അടി കിട്ടിയിട്ടുണ്ട് സത്യം. എന്തിനതെടുത്ത് മേടിച്ചു എന്ന് ചോദിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതോടെ ഞാൻ നിർത്തി. പിന്നെ ഞാൻ അങ്ങനെ മേടിച്ചൊന്നും ഞാനായിട്ട് തീരുമാനമെടുത്ത്, പുള്ളിയായിട്ട് മേടിച്ച് കൊടുക്കാറുണ്ടായിരുന്നു ആ ടൈമിൽ, ഞാനായിട്ട് തീരുമാനമെടുത്ത് മേടിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനൊന്നും ഞാനായിട്ട് ആ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മേടിച്ച് കൊടുത്തിട്ടില്ല. ആ ഒരു പൈസ ഇത് എപ്പോഴാണ് ഇങ്ങനൊരു മാറ്റം വന്നത്? അതെന്തുകൊണ്ടാണെന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒരു വ്യക്തി അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരു പ്രണയത്തിലായിരിക്കുന്ന പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ് മാരേജ് അല്ല, പ്രണയം കൂടിയാണ്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നത് എവിടെ തൊട്ടാണ് മാറ്റം ഫീൽ ചെയ്ത് തുടങ്ങി? നമുക്ക് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായി ആ സമയം എന്ന് വെച്ചാൽ നമുക്കന്ന് ഇങ്ങനെ ഇതുപോലെ ഫോണോ അങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. ഇടയ്ക്ക് വരുന്ന ഒരു ഫോൺ കോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് നിന്ന് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തല്ല ആ കാലഘട്ടത്തിൽ അധികം നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല പുറത്തിറങ്ങി നിന്നിട്ട്. അപ്പം പിന്നെയാണ് നമ്മൾ മാരേജ് കഴിയുമ്പോഴാണ് മറ്റൊരു കാലം മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. കല്യാണം കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണോ ഈ പ്രശ്നങ്ങൾ? ഇല്ല, അവിടെ ചെന്ന് ഏകദേശം ഒരു 1 വീക്ക് ആയപ്പോഴത്തേന് ഏറെക്കുറെ മനസ്സിലാവാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ എന്നാലും ചേട്ടായിയോടുള്ള സ്നേഹം ഇങ്ങനെ കിടന്നതുകൊണ്ട് അങ്ങനെ നിന്നു. കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയല്ലേ? ഓക്കെ, അതെല്ലാം ഞങ്ങൾ മാറ്റി വെക്കുക. ജീവിതത്തിലെ കുറച്ച് കയ്പുള്ള നിമിഷങ്ങളാണെന്ന് വിചാരിക്കുക, അതങ്ങ് മാറ്റി വെക്കുക. എന്തായാലും ഇത്രയും പ്രതിസന്ധികൾ നേരിട്ട് ഒരുപാട് ഇപ്പം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നത്. കാരണം അത്രയധികം അവർ ഉപദ്രവിച്ചിട്ടും അതെല്ലാം മറന്ന് അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഇനി ഇവിടെ തൊട്ട് നമുക്ക് ഞാൻ വേറെ കഥകളാണ്. ഇനി അതായത് ഇപ്പം യൂട്യൂബിൽ എപ്പോൾ നോക്കിയാലും ബബിയുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ലുലു മാളിൽ AC മേടിക്കാൻ പോയിട്ട് വില കൂട്ടിയ ഇങ്ങനെ ലുലു മാളിന് പണി കൊടുത്തേക്കുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. ലുലുവിൽ AC-ക്ക് വില കൂടിയതിന് എന്ന് ലുലുവിൽ പോയി എസ്കലേറ്ററിൽ കയറ്റിയിട്ട് കറണ്ട് ബില്ല് കൂട്ടി കൊടുക്കുക, അവിടുത്തെ AC ഫ്രീ ആയിട്ട് കൊള്ളുക, ഇങ്ങനെയുള്ള ഐഡിയാസ് നമുക്ക് പറഞ്ഞു തന്നേക്കുന്ന ഒരാളാണ് യൂസഫ് അലി. അങ്ങനെ ഇത് കണ്ടാലുണ്ടല്ലോ ഒരുപാട് റെസ്പെക്ട് ചെയ്ത ഒരാളാണ് കേട്ടോ. സീരിയസ്ലി ഞാൻ എപ്പോഴും മോട്ടിവേഷൻ കിട്ടുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അടക്കം ചിന്തിച്ചാൽ ശരിയാണല്ലോ, വില കൂട്ടട്ടെ, ഞാൻ ശരിയാക്കി തരാം. ചിന്തിക്കരുത്, കിട്ടിക്കോളും. യൂസഫ് അലിഖാൻ ആരാധകർ ഒന്നും ഈ ഐഡിയാസ് ഒക്കെ എങ്ങനെയാ വന്നത്? ഇത്ര അധികം ഉടായ്പകൾ എങ്ങനെ ഈ തലയിലകത്തിരിക്കുന്നത്? അത് ഇത്തിരി കുരുട്ട് ബുദ്ധിയൊക്കെ ഇപ്പൊ ഉണ്ട്. അച്ഛനമ്മ അപ്പുറത്തുണ്ട്. ഇതല്ലേ ഞങ്ങള് ചെറുപ്പം പോലെ പറഞ്ഞിരിക്കണത്. അതെ അതെ. അപ്പൊ ഇത് മറ്റേ ഈ ഐഡിയാസ് ഒക്കെ നമ്മുടെ തന്നെയാണ്, നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ്. ആൾക്കാരെ ചിരിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾ റെയിൽവേയിൽ ഞാൻ ആദ്യം 10-18 ലേഡീസ് ഉണ്ടായിരുന്നു എനിക്ക് ചുറ്റും. എല്ലാവരും ഇതുപോലെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ പിരിഞ്ഞ് വേദനിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് ഞാൻ അവരെ ചിരിപ്പിക്കുമായിരുന്നു. അപ്പോഴേ അവർ പറയും ഇവളില്ലായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തേനെന്ന് പറയുമായിരുന്നു. അപ്പൊ ആ ഒരു സുഖം, ആൾക്കാർ ചിരിക്കുന്നു എന്നുള്ളൊരു സുഖം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ചിരിക്കുന്നു. ചിലർ പറയും ഞാനങ്ങ് മരിക്കാനിരിക്കുമായിരുന്നു, അപ്പോഴാ വീഡിയോ കണ്ട ഞാൻ ചിരിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. എന്റെ ലൈഫ് തകർന്നിരിക്കുമായിരുന്നു, അപ്പൊ ഞാൻ ഒരുപാട് ചിരിക്കുന്നുണ്ടെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനു വേണ്ടി അവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റവും പോകുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ കണ്ടന്റുകൾ ഇപ്പൊ ഇനിയിപ്പോ പതുക്കെ ഇവരെല്ലാവരും ക്ഷണിക്കാറുണ്ടോ? നിങ്ങളും കൂടി വാ എന്റെ കൂടെ
അച്ഛനും അമ്മേനൊക്കെ വിളിക്കാറുണ്ടോ? അവിടെ വഴക്ക് നടക്കാറുണ്ട് ഷൂട്ടിന്റെ ഇടയിൽ. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ അപ്പൊ ഇതിന് എന്താണ് അടുത്ത പ്ലാൻ? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം? തീർച്ചയായും സിനിമയാണ് എന്റെ ആഗ്രഹം. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും അടുത്ത ഒരു സിനിമയുടെ ഓഡീഷന് പോയായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു 10 വർഷം മുമ്പുള്ള ബബി 10 വർഷത്തിന് ശേഷം ഇപ്പത്തെ ബബി നമ്മളെ വ്യത്യാസം എന്താ ഈ മീഡിയയിൽ വന്നതിന് ശേഷം? അത് വേറെ ആരോ ആയിരുന്നു, ഞാനല്ല. ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നൊരു 3 മാസത്തിന് മുൻപത്തെ ഞാനല്ല എനിക്ക് അത്രയും ഭയങ്കര വ്യത്യാസം തോന്നുന്നു. എന്റെ ഫ്രണ്ട്സുമായിട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ച കാര്യങ്ങള് അവര് വന്ന് വീണ്ടും പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് അവിടെ അത് ഇൻട്രസ്റ്റ് ഇല്ല സംസാരിക്കാൻ, മാറിക്കൊണ്ടിരിക്കുവാന്ന് തോന്നാറുണ്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ആൾക്കാർ പല സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ തിരിച്ചറിയുന്നു, സ്വീകരണങ്ങൾ കിട്ടുന്നു, എന്താണ് അതിലൊക്കെ അപ്പൊ തോന്നുന്നൊരു ഒരു എന്താ പറയാ സ്വന്തമായിട്ട് തോന്നുന്നൊരു കാര്യം, ഒരു ഉള്ളിൽ വരുന്ന അനുഭവം എന്താണ്? ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. വേറെ എന്ത് തോന്നാനും അതിനകത്തൊന്നും ഭയങ്കര സന്തോഷമാവാറുണ്ട്. ആളുകൾ തിരിച്ചറിയുന്നതും ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് ചിലരൊക്കെ വന്നിട്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം. ഒരു വട്ടം ഞങ്ങൾ ഇങ്ങോട്ട് കൊല്ലത്ത് പോയിട്ട് വരുമ്പോൾ 2 ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കേട്ടോ. അവർ എന്നെ കണ്ടിട്ട് അവർ ബസ്സിൽ നിന്ന് എന്തോ ഇറങ്ങി ഓടി വന്നിട്ട് എന്നോട് വന്ന് സംസാരിച്ചു. അത് ഞാൻ ആ മാർജിൻ ഫ്രീ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടക്കുമ്പം അവരൊരു മുട്ടായി ആയിട്ട് വന്നിട്ട് എനിക്കത് തന്നു എൻ്റെ കയ്യിൽ. അതൊക്കെ ഭയങ്കര സന്തോഷം. കിട്ടാറുണ്ട്. നമുക്ക് ഈ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാറൊക്കെ ഉണ്ട്. എന്നെ കാണുമ്പം ഇപ്പം തന്നെ ഒരു ആൻറ്റി വന്ന് എന്നെ മീറ്റ് ചെയ്തായിരുന്നു. എനിക്ക് നിറയെ കടല ഇങ്ങനെ മിക്സ് ചെയ്തൊരു കടല ഒക്കെ മേടിച്ചുകൊണ്ട് തന്നു. കാടമുട്ട ഫുള്ള് ഒരു ബോക്സിനകത്ത് ഫ്രൈ ചെയ്ത സാധനം ഇപ്പൊ കൊണ്ടു തന്നായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഈ നമുക്ക് കമന്റുകളിൽ ഇപ്പോഴും കുറെ ആൾക്കാർ കളിയൊക്കെ കമന്റ് ഇടുന്നുണ്ട്. എന്താ പറയാ, ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ വരെ കമന്റുകൾ വരാറുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അതിലൊരു കാര്യമില്ല, ബോഡി ഷെയിമിങ് എനിക്ക് മൈൻഡേ ഇല്ല. പിന്നെ സിനിമയ്ക്കകത്തൊക്കെ കയറണമെങ്കിൽ കുറച്ച് സൗന്ദര്യമൊക്കെ വേണം. ഒരിക്കലും പറയരുത്. അത് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരിക്കലും പേരെടുത്ത് പറയാൻ പാടില്ലാത്തതുണ്ടാവും. നമുക്ക് അങ്ങനത്തെ ഒരു സൗന്ദര്യ സങ്കല്പങ്ങള് എനിക്ക് തോന്നുന്നില്ല ഇപ്പത്തെ കാലത്ത്. ഉണ്ടാ നമ്മുടെ ക്യാമറമാനെ ഉണ്ടാ ഇല്ല, എല്ലാവരും പറഞ്ഞു നോക്കി അങ്ങനെയൊന്നുമില്ല. ആ ഒരു കാര്യം, അതിന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരെ ഇവിടെ ഭംഗി കുറവാന്ന് പറഞ്ഞേക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല. കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്റെ കമന്റിന്റെ അടിയിലും എന്തോരം നല്ല നല്ല ആങ്കർമാരുണ്ട്, അവരെ വെച്ച് കമ്പയർ ചെയ്യില്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുക, മുമ്പോട്ട് പോവുക. നാളെ ചിലപ്പോ കൊല്ലം ഇതേതാ സ്ഥലം, മൺട്രോതുരുത്തല്ലേ? ഇതിന്റെ പേര് കോതപുരം അറിയപ്പെടാൻ പോകുന്ന ചിലപ്പോ ബബിയുടെ പേരിലായിരിക്കും. അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ എത്തട്ടെ. അപ്പൊ ഒരിക്കലും അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഏത് ക്യാരക്ടർ, കോമഡി ക്യാരക്ടർ തന്നെ ചെയ്യാനാണോ? കോമഡി ഇഷ്ടമാ, വില്ലത്തി ഇഷ്ടമാ, നായിക ഇഷ്ടമാ, സങ്കടം എല്ലാം ഇഷ്ടമാ. എന്നാലും ഏറ്റവും ഇഷ്ടം കോമഡി ചെയ്യാനാട്ടോ. ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും എന്നിട്ട് ഈ ഓഡീഷനൊക്കെ പോകുമ്പോ അവര് എന്താ പറയുന്നത്, വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ? ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ സിനിമകളിൽ കോമഡി, ഇപ്പൊ പണ്ട് കൽപ്പന ചേച്ചിയൊക്കെ ചെയ്ത പോലെ കോമഡി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണങ്ങൾ ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറവാണ്. പണ്ട് എപ്പോഴും ഒരു കോമഡി ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു കഥാപാത്രമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്തടുത്ത ഭാഗങ്ങളൊക്കെ ട്രൈ ചെയ്യും. ഇനിയുണ്ടല്ലോ ഒരുപാട് വശങ്ങളൊക്കെ. ഞാൻ ഇനിയിപ്പോ അത് ട്രൈ ചെയ്തോണ്ടിരിക്കുവാണ്. ഇനിയിപ്പോ വീഡിയോസിലൊക്കെ കുറച്ച് സൈക്കോ ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ അല്ലേ നമ്മൾ അഭിനയ മികവങ്ങോട്ട് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ഇവിടെ തന്നെയാണോ, വീട്ടിൽ തന്നെയാണോ, ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എൻ്റെ ഒരു അനിയത്തി ഉണ്ട്, പുള്ളിക്കാരി എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം. അതുപോലെ എൻ്റെ ഫാമിലിയിലുള്ളവർ ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് 2 ഫ്രണ്ട്സ്. അവരൊക്കെ വന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്, വീഡിയോ എടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ. സ്റ്റാർട്ടിങ് ടൈം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി ഏതെങ്കിലും മറ്റേ ഈ കോമഡി പ്രോഗ്രാമുകളൊക്കെ ഒരുപാടുണ്ടല്ലോ നമുക്ക്, ഫ്ലവേഴ്സിലും അങ്ങനെ പല പല ചാനലുകളിലും ഒരുപാട് ബമ്പർ ചിരി ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതിലൊക്കെ ട്രൈ ചെയ്തായിരുന്നു? അതിൽ ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അങ്ങനെ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാവുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള മൊബൈലാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അതുള്ളിടത്തോളം കാലം നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി അത് കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ എങ്ങനെ, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാറുണ്ടോ? നല്ല പോലെ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കുക്കിങ്ങിന് വേണ്ടി അധികം സമയമൊന്നും മെനക്കെടുത്താറില്ല. ഒരുപാട് കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ കുക്കിംഗ് വലിയ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പൊ എന്ത് കാര്യം, ടേസ്റ്റ് ചെയ്യാതെ കഴിക്കാൻ കുറച്ച് സമയം, അത്രേ ഉള്ളൂ. അല്ല, ഒരു കാര്യം ഞാൻ ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടാണ്,
മേക്കപ്പ് ചെയ്യാൻ ഞാൻ ചെയ്യാറില്ല. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഞാനൊരു കോമാളിയായിട്ട് തോന്നുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, സത്യം, എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഭംഗി പോയതുപോലെ എനിക്ക് തോന്നുന്നു. ഭയങ്കര എന്തോ ഒരു മുഖംമൂടി, അത് അറിയാത്തോണ്ടായിരിക്കും, മേക്കപ്പ് ചെയ്യാൻ അറിയാത്തോണ്ടായിരിക്കും. ഇപ്പം ആകെ ലിപ്സ്റ്റിക്ക് മാത്രം ഇടുന്നത്. പലരും പറയും ഇങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. ഇന്നലെ തന്നെ എൻ്റെ അനിയത്തി ഇങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടുന്നത്, ഇങ്ങനെ അല്ല, ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞു തന്ന്. എനിക്കത് അതുപോലെ ആ മുഖത്ത് ഓരോന്ന് ചെയ്യുമ്പോഴും അതൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആവാറില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുമാതിരി തോന്നുന്നത്. ഒരു കുഴപ്പമില്ല, ഒരാൾക്കും അതിലൊരു അഭംഗി ഫീൽ ചെയ്യാറില്ല. വീഡിയോയിലൊക്കെ നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എപ്പോഴും. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? സിനിമയാണ്. സിനിമയിലേക്ക് ഇറങ്ങുകയാണ്. സിനിമയിലേക്ക് ഇറങ്ങി നമ്മുടെ കഴിവിഞ്ഞ് ആ മേഖലയിലും കൂടി തെളിയിക്കണം. അതാണ് ഫ്യൂച്ചർ പ്ലാൻ. അപ്പൊ അതിനുള്ള ശ്രമങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സിനിമയിലൊക്കെ കിട്ടട്ടെ. കുട്ടികളെ സംബന്ധിച്ചിട്ട് എന്താണ് അവരോടുള്ള, ഇനി എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളത് മനസ്സിൽ? ഞാൻ ചോദിക്കും, എന്ത് നിങ്ങളുടെ ആഗ്രഹം എന്ന് ഞാൻ ചോദിക്കും. ഇപ്പോൾ ഒരാൾ പറയും ഞാൻ ഭയങ്കര കോടീശ്വരനാകും, ഒരാൾ പ്രത്യേകിച്ച് ഇതുവരെയ്ക്കും ഒന്നും പറയുന്നില്ല. ഒരാൾ കോടീശ്വരനാവുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് മറ്റേ ആളും അതിന്റെ ബിസിനസ് പാർട്ണർ ആവുമായിരിക്കും. അതെ അതെ, നിങ്ങൾ മൂന്നുപേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പക്ഷെ വർക്ക് ചെയ്യുന്ന കാണുന്നില്ലെന്നേ. ഇതാണ് ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഇതൊക്കെ നടക്കും. എല്ലാം നടക്കട്ടെ. അച്ഛനും അമ്മയും എല്ലാവരും ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും ചോദിക്കാറുണ്ടോ ഇപ്പൊ എല്ലാം സെറ്റായില്ലേ, ഇനി നിനക്കൊരു കൂട്ട് വേണ്ടേ? ഈ ചോദ്യം ചോദിക്കാത്തവരുണ്ടാവില്ലല്ലോ. ചോദിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് എനിക്ക് ഇനി ഒരു കൂട്ട് വേണ്ട എന്നാണ്. ഇനി ഒരു 50 വയസ്സായതിനു ശേഷം ചിലപ്പോൾ മിണ്ടിയും പറയാനും ഇരിക്കാനൊക്കെ ഒരു ചിലപ്പോൾ അന്നേരം ആഗ്രഹിക്കുവാണെങ്കിൽ അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യാം. 50 വയസ്സ് ഇപ്പൊ നിലവിൽ എനിക്കൊരു കൂട്ടും വേണ്ട. ഇനിയിപ്പോ ഏതെങ്കിലും ആരെങ്കിലും തന്നെ വന്നു കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞിട്ട്, ഞാനിപ്പോ ഇതിൽ പ്രത്യേകം പറഞ്ഞേക്കാം, 50 വയസ്സ് കഴിഞ്ഞിട്ട് ഈ വഴിക്ക് വന്നാൽ മതി. ഇല്ല, അപ്പൊ എനിക്ക് തോന്നുവാണെങ്കിൽ, എനിക്ക് അറിയില്ല കേട്ടോ, എന്റെ സ്വഭാവം ഇങ്ങനെ മാറി മാറി മാറി. പാട്ട് പാടും? ഇല്ല, പാട്ട് പാടത്തില്ല. അതെന്താ പാടാത്തെ? അഹങ്കാരം കേട്ടാ. പാട്ട് പാടുന്നത് ചോദിക്കും, ഞാൻ പാടത്തില്ല, ഞാൻ ഇവിടെ പാടത്തില്ല എന്ന് പറയുന്നത്. ഇല്ല, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല. എന്നിട്ടും പാടിയിട്ടുണ്ടല്ലോ. പാടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഉണ്ട്. ഞങ്ങൾ ആ വീഡിയോ ഈ ഇന്റർവ്യൂവിൽ ഇടുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് പാടുന്നു. എങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ല, അങ്ങനെ ഒരു വീഡിയോയും ഇല്ല. നിങ്ങൾ ഇന്റർവ്യൂ ഇടാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇതുവരെയ്ക്കും പാട്ട് പാടിയിട്ടില്ല. ഈ വീട്ടിലിരുന്ന് പാട്ട് പാടിയത് നിങ്ങൾ അറിയാതെ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇട്ടോട്ടെ. കുക്ക് ചെയ്യുമ്പോൾ പാടിയ ഒരു പാട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വേറെ ആരോ ആണ്. ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണല്ലോ. ആ പരിപാടി പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് രണ്ടൊരു പാട്ട് ഇതിൽ പാടാൻ ശ്രമിക്കാം. ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ പാടിയേനെയായിരുന്നു. എല്ലാ ഗായകരും പറയുന്ന പരിപാടി കേട്ടോ. ഇന്ന് എനിക്ക് ഓക്കെ. വേറെന്താണ് ഇപ്പൊ ഈ ഇതല്ലാതെ ഡാൻസ് കളിപ്പിക്കില്ല, ചോദിച്ചതാണ്. ഡാൻസ് ചെയ്യാറുണ്ട്. നേരത്തെ മുതൽ അതാണ് തുടക്കം. അതെ അതെ അതെ. ഡാൻസിനകത്തായിരുന്നു എന്റെ ആദ്യത്തെ ഒരു ഫോക്കസ്. ഇവിടെ കിട്ടിയേക്കുന്ന ഈ ട്രോഫികളൊക്കെ ഇതൊക്കെ സ്വീകരണത്തിന്റെ അല്ലേ? ഇതൊക്കെ സ്വീകരണത്തിന്റെ. വേറെ ഒത്തിരി ട്രോഫി ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അത് മൊത്തം ഈ വീട് അല്ല, ചേച്ചിയുടെ കല്യാണത്തിന് മൊത്തം ആക്രിക്കാർക്ക് എടുത്തു കൊടുത്തു, അങ്ങനെ എന്തോ ചെയ്തു. അമ്മാമയോ അച്ചാമ്മയാരോ, അവർക്ക് അതിന്റെ ഒരു വാല്യൂ അറിയില്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയതും ഒക്കെ. ഒരു കാര്യം ചെയ്യാം, വീട് അതിന്റെ കാര്യം പറയുന്നത്. ഒരു മിനിറ്റ്, വീട് എന്താണ് ഇപ്പൊ? ഒരു വീട് പുതിയ പണിയ അങ്ങനത്തെ ഒരു പ്ലാൻ? വീട് മേടിച്ചു. എവിടെയാണ്? അത് ഇവിടെ അടുത്ത് തന്നെയാ. അപ്പം ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണല്ലോ വീട്. അതെന്റെ ഒരു അത്യാവശ്യ ഘട്ടത്തിന് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. അത് ഞാൻ ഇപ്പൊ അതിന്റെ കാരണം എന്തോ, ഈ അത്യാവശ്യ ഘട്ടം എന്തോന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ഞാനത് പറയാൻ എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ മേടിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ. ഈ ഇന്റർവ്യൂ പിന്നീടാന്ന് വിചാരിക്കും, ഇനി പറയാമോ? ഇല്ല, അത് എനിക്ക് അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്ലാൻ. അത് നമ്മൾ ആഫ്റ്റർ അത് നടന്നതിന് ശേഷമേ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. അത് നടന്നില്ലെങ്കിൽ ആളുകൾ വന്ന് കളിയാക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, ആ പ്ലാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ എനിക്ക് എന്നെ അതിനകത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ കുറെ ആൾക്കാർ വരും. അതുകൊണ്ട് വെൽ പ്ലാൻഡ് ആണ്. എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്ലാൻ നടക്കുമ്പോൾ ഞങ്ങളോടൊന്ന് പറയണം. തീർച്ചയായും പറയും. ഓക്കെ. വീട് ഇപ്പൊ ഓൾറെഡി മേടിച്ചു അല്ലേ? ഇപ്പൊ ആ വീട് അവിടെ ആരെയുള്ള? അവിടെ ഇപ്പൊ റെന്റിന് കൊടുത്തിരിക്കുക. ബിസിനസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ജീവിക്കാൻ പഠിച്ചു. അപ്പൊ എന്തായാലും നന്നായിരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും പല കാരണങ്ങളാൽ ഒറ്റപ്പെടുത്തിയ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയ ആരെങ്കിലും, മാറി എന്ന് കുറ്റം പറഞ്ഞ ആരെങ്കിലും നല്ലൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ കൂടെ വന്ന് ആശ്വസിപ്പിക്കുകയും കൂടെ കൂടുകയും ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? പേരൊന്നും പറയണ്ട, ചോദിച്ചതാ. പക്ഷേ ഞാൻ അങ്ങനെ അവരിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല. ഉണ്ടോ അങ്ങനെ ആളുകൾ?
ഒറ്റപ്പെടുത്തിയെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് വിഷമം കൊണ്ട്. അവർക്ക് എന്നോട് ഞാൻ നല്ല രീതിയിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അത് ഫ്ലോപ്പ് ആയല്ലോ എന്ന് ഓർത്തിട്ടുള്ള ദേഷ്യം കൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതിനൊരു നല്ലതിന് വേണ്ടി. അവരിപ്പോ എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട്. ആരെങ്കിലും പകർന്നു നിൽക്കുന്ന ആരോടെങ്കിലും എനിക്ക് സംസാരിക്കണം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ഒരാളുമില്ല. സംസാരിക്കും. അല്ല, അകന്ന് പോയവരൊക്കെ പൊയ്ക്കോട്ടെ. അങ്ങനെയാണ്. ഓക്കെ, താല്പര്യമില്ലെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. ഓക്കെ, ലൈഫിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ഞാൻ ഇനിയിപ്പം അങ്ങോട്ട് ജോലിയിൽ നാളെ പോവും. അതിന് ശേഷമായിരിക്കും മിസ്സിങ്. ഇത്ര നാള് പിള്ളേര്, അമ്മ, അച്ഛൻ എല്ലാരും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവരെ തന്നെയാണ്, ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് ഇങ്ങോട്ട് നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും ഇപ്പോൾ ഡിവോഴ്സായിട്ട് നിൽക്കുന്നു, ഫാമിലി ആയിട്ട് നിൽക്കുന്നു, ഈ മെസ്സേജിൽ കൂടിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഈ ദുരൂരം മോശമായിട്ടുള്ള ഇടപെടലുകൾ വരാറുണ്ടോ ആൾക്കാരുടെ അടുത്ത്? ആദ്യ സമയത്ത് എനിക്കിങ്ങനെ അധികം അങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ എന്തോ ഒരു തുണ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെന്നങ്ങ് വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ച് അവരെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അതാണായാലും ശരി, പെണ്ണായാലും ശരി, ഒറ്റപ്പെട്ട് നിൽക്കുവാണ്, എന്തോ വിഷമത്തിൽ നിൽക്കുവാണെന്ന് വെച്ചിട്ട് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നിൽക്കാറുണ്ട്. അവരെ നോക്കിയും കണ്ടും ഡീൽ ചെയ്തേ പറ്റൂ. നമുക്ക് മനസ്സിലാവൂ എപ്പോഴാണ് ആ സിറ്റുവേഷൻ മനസ്സിലാവണേ. ചില ആൾക്കാർ ലേഡീസിന് മനസ്സിലാവത്തേ ഇല്ല. പല ആൾക്കാരും ട്രാപ്പിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. എനിക്കറിയാം അനുഭവങ്ങൾ പലരുടെയും. അപ്പൊ അവരെ മാക്സിമം ആൾക്കാർ ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ തന്നെ വരുന്നവരാണ്. ആ ഒരു രീതിയിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുക, അതേ പറയാനുള്ളൂ. ശരി, ഇത് അറിഞ്ഞിട്ട് നമ്മളെ കെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തൊക്കെ ഒരുപാട് ആൾക്കാർ, ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചില ആൾക്കാർ നമുക്ക് അറിയാൻ പറ്റും. കൂടുതലും നമ്മളിങ്ങനെ പൊക്കി പറഞ്ഞും എടുത്തും വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് അങ്ങനെ മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ ആളുകളെ? ഞാനൊന്നും ബ്ലോക്ക് ചെയ്യത്തില്ല. ഞാൻ ഒറ്റ ഡയലോഗ് അടിക്കും, പറയും. അങ്ങനെ ഉള്ളൂ. അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ എനിക്ക് വളരെ കുറവാണ്. എന്നാലും എനിക്ക് അല്ലാത്ത എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പലർക്കും. അതിൽ ഒരു കാര്യം കൂടി, ഇപ്പൊ ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കേ അറിയുള്ളൂ. ഇപ്പൊ നമ്മളത് അവിടെ നിന്ന് അനുഭവിച്ചു, നമ്മളൊരു തീരുമാനം എടുത്തു, ഓക്കെ ഞാൻ ഡിവോഴ്സ് ചെയ്യാണ്, തിരിച്ചു പോകുന്നു. ഇതൊന്നും അറിയാത്ത കുറെ ആളുകൾ ഉണ്ടാവും നമ്മുടെ ചുറ്റും. അവർ പറയും അത് അഹങ്കാരമാണ്, അത് ഒരു കാര്യം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാനിപ്പം ഇവിടെ കേരളത്തിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ അവിടെ തമിഴ്നാട്ടിലൊക്കെ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എന്തോ വലിയ പാപം ചെയ്ത ഒരു രീതിയാണ്. പലരിടത്തും ഞാൻ ഡിവോഴ്സ് ആണെന്ന് പറയാറില്ല. അങ്ങനെ ഹസ്ബൻഡ് എന്തെന്ന് ചോദിച്ചാൽ വിദേശത്താണെന്ന് പറഞ്ഞ് പോകേണ്ട അവസ്ഥയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ റെയിൽവേയിലുള്ള സ്റ്റാഫിനറിയാം, അവർ എങ്ങനെയായാലും നമ്മുടെ കാര്യങ്ങൾ അറിയാം. അല്ലാതെ പുറത്തോട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അവിടെ വലിയൊരു, നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ മുഖം കറുപ്പിച്ച് അവർ ആ കറുത്ത മുഖം ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്? അവരെ ഹാപ്പിയാക്കി. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വളരെ ചിരിച്ച് സന്തോഷത്തിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയാണോ? ഭയങ്കര ഹാപ്പി ആയിട്ടാണോ നിൽക്കുന്നത്? ഇനി എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? വിഷമമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എല്ലാ മനുഷ്യർക്കും വിഷമമുണ്ട്. എനിക്കും ടെൻഷനുകളും കാര്യങ്ങളും എൻ്റെ ബാക്കിലുണ്ട്. ഇപ്പം തന്നെ കുട്ടികളുടെ കാര്യം ഓർത്ത് ഭയങ്കര വിഷമം. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. അവർ പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പിന്നെ എന്തിനാ വിഷമിക്കണം? അല്ല, ഏതെങ്കിലും കാര്യത്തിൽ അവർ തോറ്റുപോയാൽ ഞാനും തോക്കുന്ന പോലെ ആണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ആ ഒരു ടെൻഷൻ, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. വേറെ എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളെ വെച്ചിട്ട് എനിക്കിങ്ങനെ വിഷമമില്ല. എൻ്റെ കൺട്രോളില്ലാത്ത കാര്യങ്ങളാണ് ഇവരൊക്കെ. അതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമവും ടെൻഷനും. ഈ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇനി എന്താണ് അടുത്ത ആഗ്രഹം ബാക്കി വെച്ചേക്കുന്നത്? എനിക്ക് അവരുടെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾ 3 പേരും കൂടി ഉള്ള ഒരു സ്പേസ്. പിന്നെ സിനിമ. ഇത് 3ആണ്, ഇത് 2ആണ്. ഇത് 2 മാത്രമല്ല, പിന്നെ എൻ്റെ ചാനൽ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നും അഭിനയിക്കാൻ ആഗ്രഹമുള്ള നല്ല കലാകാരന്മാരെ വെച്ചിട്ട് നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കണമെന്നും കുറേ സമയം കിട്ടണമെന്നും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും നന്നായിട്ട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡയറക്ടറാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യണമെന്നൊരു അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ഈ ചെയ്യുന്നത് കുറച്ച് വിപുലമായിട്ടൊരു സീരീസ് പോലെയോ ഷോർട്ട് ഫിലിം പോലെയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ടോ? അത് ഞാനിപ്പോൾ ഇങ്ങനെ പിച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും വളരെ വളരെ വേഗത്തിലാണ് നമ്മുടെ ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസത്തെ ഇഷ്ടങ്ങളും റേഞ്ചും അല്ല ഈ മാസം വരുന്നത്. നല്ല രീതിയിൽ എല്ലാം കൊണ്ടും നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരുടെ സപ്പോർട്ടുകളൊക്കെ പെട്ടെന്ന് കൂടി വരുന്നുണ്ട്.
അപ്പോൾ എന്തായാലും എല്ലാം പെട്ടെന്ന് വരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ബബി എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നേരെയാണ്. എന്തായാലും ഇത് ഒരുപാട് പേർക്ക് വലിയൊരു പ്രചോദനമാവട്ടെ ഈ ലൈഫ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തുമെന്ന് ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിചാരിച്ചിടത്ത് എത്തുമെന്ന് തെളിയിച്ച് കാണിച്ചെന്ന ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ബബിത. എന്തായാലും നമ്മുടെ ഇൻ്റർവ്യൂവിൽ ഇരുന്നതിലും ഈ ഒരു സമയം നമുക്ക് വേണ്ടി തന്നതിലും താങ്ക് യു.